ഇന്ന് നമുക്ക് ഈ ഒരു മൂവൻ ഗോതമ്പ് വെച്ചിട്ട് അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഏകദേശം ഒരു കാസറോളം ഗോതമ്പ് എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഒരു 2 പിടിയോളം സാമ്പാർ പരിപ്പും കൂടി ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് സെയിം ടൈം തന്നെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ടേ. അരമണിക്കൂർ കഴിഞ്ഞ് ഗോതമ്പ് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അരക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യേ വേണ്ടൂ. കാരണം നമ്മൾ മൂവൻ അതായത് തൊലിയോട് കൂടിയാണ് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ. ഇനി ഒന്ന് ജസ്റ്റ് 2 തവണയെങ്കിലും കഴുകിയിട്ടാണ് കേട്ടോ ആ ഗോതമ്പ് എടുക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അരച്ചിട്ടുള്ളതിൻ്റെ തൊലിയൊക്കെ ജസ്റ്റ് കുറച്ച് പോകും, എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഭാഗം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. പണ്ടൊക്കെ ഉരലിലിട്ട് കുത്തി തൊലിയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അമ്മമ്മയും അമ്മയൊക്കെ പായസം ഉണ്ടാക്കാറ്. കഴുകി വൃത്തിയാക്കിയെടുത്ത ഗോതമ്പ് ഇതാ കുക്കറിലേക്ക് മാറ്റുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊതിർത്ത് വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ പരിപ്പ് കൂടെ കഴുകിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പും പരിപ്പും കൂടെ വെന്ത് വരാൻ പാകത്തിന് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പരിപ്പ് അധികം നിങ്ങൾക്ക് വെന്തുടഞ്ഞു പോകണ്ടെന്നാണെങ്കിൽ പരിപ്പ് സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ടും നന്നായിട്ട് അങ്ങ് വെന്ത് വരും. അപ്പം അങ്ങനെ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് പരിപ്പും ഗോതമ്പും സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ 5 വിസിലിന് ശേഷം ആവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ തുറന്നിട്ടുണ്ട്. കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടത് അത്രയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ അതായത് പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് പാകത്തിന് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് തിളച്ച് കഴിയുമ്പം ഇനി അതിലേക്ക് നമുക്ക് പശുവും പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1/2 കപ്പോളം പശുവും പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പാലിൻ്റെ അളവൊക്കെ നമുക്ക് എത്രയോളം പായസം വേണം എന്നുള്ളതനുസരിച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസം നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ വെള്ളം ചേർക്കുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാൽ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടിയായി തോന്നുന്നതുകൊണ്ട് ചൂടാക്കിയ വെള്ളമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായി യോജിപ്പിച്ച് തിളച്ച് കുറുകണമെന്നില്ല. കാരണം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാലും ചൂടാറുമ്പം പായസം ഒന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ വാങ്ങി വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പായസത്തിൻ്റെ മെയിൻ ഫ്ലേവർ ആയിട്ടുള്ള ഏലക്കായ് വിട്ടുപോകല്ലേ. അപ്പോൾ ഏലക്കായ് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒരു 4-5ഓളം ഏലക്കായ് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുകൂടിയായാൽ നമുക്കിനി നെയ്യ് ഒന്ന് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കിസ്മിസ് അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ സാധാരണ പായസത്തിലിടുന്ന ഐറ്റംസൊക്കെ ഉള്ളത് വെച്ചാൽ അതൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വറുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഹെൽത്തിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡിയാണേ. ഇനി ചൂടോടുകൂടി നിങ്ങൾ കുടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.